കൊല്ലത്ത് ആഭിചാരക്രിയയുടെ പേരിൽ 11കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജ സ്വാമിയെ അറസ്റ്റ് ചെയ്തു. മുണ്ടക്കൽ സ്വദേശിയായ ഷിനുവാണ് അറസ്റ്റിലായത്. പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇയാൾ പെൺകുട്ടിയെ ആഭിചാരക്രിയയ്ക്ക് വിധേയയാക്കിയത്. ഉയർന്ന വിജയം കരസ്ഥമാക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ഒറ്റയ്ക്ക് മുറിയിൽ കൊണ്ടുപോയി സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. കുട്ടിയുടെ ദേഹത്ത് ഏകദേശം 7ഓളം ചരടുകളും ഇയാൾ കെട്ടിയിട്ടുണ്ട്. കുട്ടി അമ്മയോട് വിവരം പറയുകയും അമ്മ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. തുടർന്ന് പോലീസ് ചൈൽഡ് ലൈനെയും വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും കേട്ടറിഞ്ഞാണ് ഷിനുവിന്റെ അടുത്തേക്ക് എത്തിയതെന്നാണ് അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത്. പൂജ ചെയ്യണം, കുറച്ചു പൈസയാകുള്ളൂ എന്നും ഇയാൾ പറഞ്ഞുവെന്നും ആദ്യം ഒറ്റയ്ക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പിന്നീടാണ് മകളെയും കൂട്ടി വന്നതെന്നും അമ്മ വ്യക്തമാക്കി. വന്ന സമയത്ത് കുട്ടി പഠിക്കാൻ മോശമാണെന്നും കുട്ടിയോട് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നും പ്രതി അമ്മയോട് ആവശ്യപ്പെട്ടു. തനിക്ക് വിശ്വാസമായതുകൊണ്ടും നല്ലൊരു മനുഷ്യനാണെന്ന് കരുതിയുമാണ് കുട്ടിയെ താൻ ഒറ്റയ്ക്ക് മുറിയിൽ വിട്ടതെന്നാണ് അമ്മ മാധ്യമങ്ങളോട് പറയുന്നത്. ഏകദേശം 3/4 മണിക്കൂറോളം മകൾ മുറിയിലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ മകളുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നു. ഇത് കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സ്വാമി മോശമായി സ്പർശിച്ചതായി തോന്നിയതെന്ന് മകൾ പറയുന്നത്. സ്വകാര്യ ഭാഗത്ത് പ്രതി സ്പർശിച്ചതായും മകൾ അമ്മയോട് വെളിപ്പെടുത്തി. തുടർന്നാണ് അമ്മ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിക്ക് പിന്നാലെ വിശ്വാസത്തെ മുതലെടുത്ത് പീഡിപ്പിച്ചതായി മറ്റൊരു യുവതിയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രവാദത്തിന്റെ പേരിൽ ഷിനു നിരവധി പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് വിവരം. ശംഖുജ്യോതിഷം എന്ന പേരിലാണ് ഇയാളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ ചൂരൽ പ്രയോഗവും ഇയാൾ നടത്താറുണ്ടെന്നാണ് വിവരം. നേരത്തെ ടൈൽസ് പണിയെടുത്തായിരുന്നു ഷിനു ജീവിച്ചിരുന്നത്. കുറച്ചു കാലം മുൻപാണ് സ്വാമിയുടെ വേഷം കെട്ടി പ്രവർത്തിച്ചു തുടങ്ങിയത്. 10,000 മുതൽ 1 ലക്ഷം വരെയാണ് ഇയാൾ പൂജയ്ക്കായി ഈടാക്കുന്ന ഫീസ്. മാത്രവുമല്ല, ആളുകളെ കൊണ്ടുവന്നാൽ ഇയാൾ കമ്മീഷന് നൽകാറുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം.